വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിച്ച പാസ്പോർട്ട് ഓഫീസർമാരുടെ വാർഷിക സമ്മേളനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം കോഴിക്കോട് മേഖലാ ഓഫീസിന് ലഭിച്ചു. വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗ്രേറ്റയിൽ നിന്ന് മേഖലാ പാസ്പോർട്ട് ഓഫീസർ കെ അരുൺമോഹൻ IAS പുരസ്കാരം ഏറ്റുവാങ്ങി. പാസ്പോർട്ട് വിതരണത്തിലെ സേവന നിലവാരത്തിനും കാര്യക്ഷമതയ്ക്കും ഓഫീസ് കാഴ്ചവെച്ച മികച്ച പ്രതിബദ്ധത എടുത്തുകാണിക്കുന്നതാണ് അംഗീകാരം. ഈ അംഗീകാരത്തിന് പുറമെ പൗരസേവനത്തിലെ മാതൃകാപരമായ പ്രകടനത്തിനും സമർപ്പണത്തിനും അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസർ സതീഷ് കുമാർ കൂട്ടിൽ മികച്ച ഗ്രാൻഡിംഗ് ഓഫീസർ പുരസ്കാരവും നേടി. പ്രതിദിനം ഏകദേശം 3500 അപേക്ഷകർക്ക് സേവനം നൽകുന്ന കോഴിക്കോട് മേഖലാ പാസ്പോർട്ട് ഓഫീസ് കഴിഞ്ഞ വർഷം 6 ലക്ഷത്തിലധികം പാസ്പോർട്ടുകളും പോലീസ് ക്ലിയറൻസ് സാക്ഷ്യപത്രങ്ങളും വിതരണം ചെയ്തിരുന്നു. നിലവിൽ കോഴിക്കോട്, വടകര, മലപ്പുറം, കണ്ണൂർ, പയ്യന്നൂർ എന്നീ 5 പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും കാസർഗോഡ്, കൽപ്പറ്റ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും കോഴിക്കോട് RPOയുടെ അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്നു. പ്രതിദിനം ഏകദേശം 3500 അപേക്ഷകർക്ക് സേവനം നൽകുന്ന കോഴിക്കോട് മേഖലാ പാസ്പോർട്ട് ഓഫീസ് കഴിഞ്ഞ വർഷം 6 ലക്ഷത്തിലധികം പാസ്പോർട്ടുകളും പോലീസ് ക്ലിയറൻസ് സാക്ഷ്യപത്രങ്ങളും വിതരണം ചെയ്തിരുന്നു. നിലവിൽ കോഴിക്കോട്, വടകര, മലപ്പുറം, കണ്ണൂർ, പയ്യന്നൂർ എന്നീ 5 പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും കാസർഗോഡ്, കൽപ്പറ്റ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളും കോഴിക്കോട് RPOയുടെ അധികാര പരിധിയിൽ പ്രവർത്തിക്കുന്നു. സേവന ലഭ്യതയ്ക്കും നൂതനാശയ പ്രതിബദ്ധതയ്ക്കും ഊർജ്ജമേകി ബയോമെട്രിക് ശേഖരണ ഉപകരണങ്ങൾ സജ്ജീകരിച്ച കേരളത്തിലെ ആദ്യ മൊബൈൽ പാസ്പോർട്ട് വാൻ കോഴിക്കോട് RPO അവതരിപ്പിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ മുൻനിര സംരംഭം അധികാര പരിധിയിലെ വിദൂര പ്രദേശങ്ങളിൽ യാത്രാദൂരം കുറയ്ക്കാനും സേവന കാര്യക്ഷമത മെച്ചപ്പെടുത്താനും പാസ്പോർട്ട് സേവന ലഭ്യത വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. സേവന വ്യാപ്തി മെച്ചപ്പെടുത്തുന്നതിന് കോഴിക്കോട് RPOയ്ക്ക് കീഴിൽ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ പുതിയ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഈയിടെ ആരംഭിച്ചിരുന്നു. കോഴിക്കോട് ഓഫീസിന് ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിന് കീഴിൽ നമ്മൾ 6 ലക്ഷത്തിൽ പരം പാസ്പോർട്ടുകളും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകളും ഇഷ്യൂ ചെയ്യുകയുണ്ടായി. അതൊരു റെക്കോർഡ് നേട്ടമായിരുന്നു. ഇതുവരെ വയനാട് ജില്ലയിലുള്ള ആളുകൾക്ക് പാസ്പോർട്ട് സേവനങ്ങൾക്ക് കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലോ പോകേണ്ട ഒരു സാഹചര്യമായിരുന്നു. ഈ ഏപ്രിൽ മാസം തൊട്ടിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അവർക്ക് അവരവരുടെ സ്ഥലങ്ങളിൽ വളരെ എളുപ്പത്തിൽ പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാണ്. ഈ ഒരു അവാർഡ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കിന്റെ ഫലമാണ്. ഞങ്ങൾക്ക് കൂടുതൽ സേവനങ്ങൾ, പാസ്പോർട്ട് സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ, കൂടുതൽ എളുപ്പത്തിൽ, ഏറ്റവും ഹസൽ ഫ്രീ ആയിട്ട് അപ്ലിക്കൻസിന് കൊടുക്കാൻ ഈ ഒരു അവാർഡ് ഉത്തരവാദിത്ത ബോധം. പാസ്പോർട്ട് അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാൻ അയൽ ജില്ലകളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്ന വയനാട് നിവാസികൾക്ക് ഈ കേന്ദ്രം വലിയ ആശ്വാസമായി മാറി. പൗരകേന്ദ്രീകൃത സേവനത്തിന് പുതിയ തലങ്ങൾ ആവിഷ്കരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമായി ഈ വർഷം ഈ പാസ്പോർട്ടുകൾ പുറത്തിറക്കുന്ന കേരളത്തിലെ മുൻനിര പാസ്പോർട്ട് ഓഫീസായും കോഴിക്കോട് RPO നേട്ടം കൈവരിച്ചു. CD സലീം കുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.